Hi everyone, this is GB Sebastian. Welcome to GB's classes. ഇന്ന് നമ്മൾ CBSE ഹിസ്റ്ററി ചാപ്റ്റർ 2-ൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രം ട്രേഡ് ടു ട്രേഡേഴ്സ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് ആദ്യം കാണണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലോട്ട് വന്നതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടത്. ഇനി അടുത്ത ഭാഗത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെ ബംഗാളിൽ ഏറ്റവും ആദ്യം ഒരു ട്രേഡ് കച്ചവടം തുടങ്ങുന്നത് ബംഗാളിലാണ്. ബംഗാളിൽ എങ്ങനെയാണ് അവരുടെ കച്ചവടങ്ങൾ തുടങ്ങിയത്, അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബിഗിൻസ് ട്രേഡ് ഇൻ ബംഗാൾ. നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള ഒരു സംസ്ഥാനമാണ് ബംഗാൾ. സോ ഹൗ did East India Company begins their trade in Bengal? അതിനെക്കുറിച്ച് നോക്കാം. The first English factory was set up in the banks of the river Hooghly in 1651. ഹൂഗ്ലി നദിയുടെ തീരത്ത് 1651 ഈ ഇംഗ്ലീഷുകാരുടെ ഒരു ഫാക്ടറി അവർ സെറ്റപ്പ് ചെയ്തു തുടങ്ങി. This was the base from which the company's traders, known at that time as factors, operated. ആ സമയത്ത് ഫാക്ടേഴ്സ് എന്നാണ് ഈ ഓരോ കമ്പനിയെയും അല്ലെങ്കിൽ ഓരോ ഫാക്ടറി ഓരോ അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയും വിളിച്ചത്. അപ്പോൾ അത് ആ ഒരു വേർഡിൽ നിന്നാണ്, അങ്ങനെയാണ് ഫാക്ടറി എന്ന ഒരു ഇതുണ്ടായത്. ദിസ് വാസ് ദ ബേസ് ഫ്രം വിച്ച് ദ കമ്പനീസ് ട്രേഡേഴ്സ്, നോൺ അറ്റ് ദാറ്റ് ടൈം ആസ് ഫാക്ടേഴ്സ്, ആ കമ്പനിയുടെ ഇംഗ്ലീഷ് ഫാക്ടറിയുടെ അല്ലെങ്കിൽ ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡേഴ്സിനെ ഫാക്ടേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. ദ ഫാക്ടറി ഹാഡ് എ വാർ ഹൗസ് വേർ ദ ഗുഡ്സ് ഫോർ എക്സ്പോർട്ട് ആർ സ്റ്റോർഡ്. അപ്പോൾ ഈ ഫാക്ടറിക്ക് ഒരു വാർ ഹൗസ് ഉണ്ടാവും. വാർ ഹൗസ് എന്ന് പറയുന്നത് ഈ സ്റ്റോർ, ഒരു ഗോഡൗൺ. വേർ ദ ഗുഡ്സ് ഫോർ എക്സ്പോർട്ട് ആർ സ്റ്റോർഡ്, എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള, കയറ്റിവിടാനുള്ള ഗുഡ്സ്, ചരക്കുകൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള വാർ ഹൗസ് ഉണ്ടാവാറുണ്ട് എല്ലാ ഫാക്ടറിയും. ആൻഡ് ഇറ്റ് ഹാഡ് ഓഫീസസ് വേർ കമ്പനി ഒഫീഷ്യൽസ് സാറ്റ്. അതുപോലെ തന്നെ ഫാക്ടറിയിൽ തന്നെ അവർക്ക് ഇരിക്കാനുള്ള ഓഫീസുകളുണ്ടായിരുന്നു. കമ്പനിയുടെ ഓഫീസർമാർക്ക് ഇരിക്കാനുള്ള ഓഫീസുകളുണ്ടായിരുന്നു. ആസ് ട്രേഡ് എക്സ്പാൻഡഡ്, ട്രേഡ് കച്ചവടം കൂടുതലായിട്ട് എക്സ്പാൻഡ് ആയപ്പോൾ, പുരോഗമിച്ചപ്പോൾ, കമ്പനി പെർസുവേഡഡ് മെർച്ചൻറ്റ്സ് ആൻഡ് ട്രേഡേഴ്സ് ടു കം ആൻഡ് സെറ്റിൽ നിയർ ദ ഫാക്ടറി. അപ്പോൾ ട്രേഡ് കച്ചവടങ്ങൾ കൂടിയപ്പോൾ ഈ കമ്പനി മെർച്ചൻറ്റ്സ്, കച്ചവടക്കാരെയും മറ്റുള്ള ട്രേഡേഴ്സിനെയൊക്കെ അവരെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച് എന്തിന് ടു കം ആൻഡ് സെറ്റിൽ നിയർ ദ ഫാക്ടറി, ഈ ഫാക്ടറിക്ക് ചുറ്റും സെറ്റിലാവാനും അവിടെ വെച്ച് കച്ചവടം നടത്താനും ഒക്കെ ആയിട്ട് മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിച്ചു. അപ്പോൾ എന്നിട്ട് അവരെല്ലാം ഈ കമ്പനിക്ക് ചുറ്റും, ഈ ഫാക്ടറിക്ക് ചുറ്റും അവിടെ എല്ലാവരും സെറ്റിലായി. ബൈ 1696 ഇറ്റ് ബിഗാൻ ബിൽഡിംഗ് എ ഫോർട്ട് അറൗണ്ട് ദ സെറ്റിൽമെൻറ്റ്. ആ സെറ്റിൽമെൻറ്റിന്, അവരുടെ എല്ലാം കച്ചവടം നടക്കുന്ന ആ ഏരിയയ്ക്ക് ചുറ്റുമായിട്ട് അവരൊരു കോട്ട കെട്ടി. ഫോർട്ട് എന്ന് പറഞ്ഞാൽ കോട്ട കെട്ടാൻ ആരംഭിച്ചു. 2 years later, it bribed Mughal officials into giving the company's zamindari rights over the 3 villages. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ മുഗൾ ഒഫീഷ്യൽസിനെ, മുഗൾസാണല്ലോ അവിടെ ഭരിക്കുന്നത്, അപ്പോൾ ആ സമയത്ത് മുഗൾസായിരുന്നു ഭരിച്ചിരുന്നത്, മുഗൾസിൻ്റെ ഓഫീസർമാരെ ബ്രൈബ് ചെയ്തു എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുത്ത് എന്താക്കി, അവിടെ കമ്പനി ജമീന്ദാരി റൈറ്റ്സ്, അവിടുത്തെ കമ്പനിക്ക് ജമീന്ദാരി റൈറ്റ്സ്, അവിടുത്തെ ഉള്ള ചുറ്റുമുള്ള 3 വില്ലേജസിൻ്റെ, ഗ്രാമങ്ങളുടെ ജമീന്ദാരി റൈറ്റ്സ്, അതായത് അവിടുത്തെ ജമീന്ദാറും അവിടെയുള്ള വില്ലേജെല്ലാം നോക്കി നടത്തുന്നതെല്ലാം കമ്പനിയായി മാറും. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഈ മുഗൾ മുഗൾസിനെ ബ്രൈബ് ചെയ്ത് അവരതിനുള്ള റൈറ്റ്സ് നേടി. 2 years later, it bribed Mughal officials into giving the company zamindari rights over the 3 villages. 3 വില്ലേജിൻ്റെ ജമീന്ദാരി റൈറ്റ്സ് അവർക്ക് കിട്ടി.
വൺ ഓഫ് ദീസ് വാസ് കലിക്കത്ത. അതിലൊരെണ്ണം 3 വില്ലേജസ് എന്ന് പറഞ്ഞില്ല, അതിലൊരെണ്ണം ഒരു വില്ലേജ് എന്ന് പറയുന്നത്, ഒരു ഏരിയ എന്ന് പറയുന്നത് കലിക്കത്ത, വിച്ച് ലേറ്റർ ഗ്രൂ ഇൻ ടു ദ സിറ്റി ഓഫ് കൽക്കത്ത ഓർ കൊൽക്കത്ത ആസ് ഇറ്റ് ഈസ് നോൺ ടുഡേ. ഇപ്പോൾ കൊൽക്കത്ത എന്നാണ് അറിയുന്നത്, അതിനു മുമ്പ് കൽക്കട്ട ആയിരുന്നു, അതിനു മുമ്പ് കലിക്കത്ത. It also persuaded the Mughal Emperor Aurangzeb to issue a farman granting the company the rights to trade duty free. അപ്പോൾ അതുപോലെ തന്നെ ഈ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പെർസ്വേഡഡ് ദ മുഗൾ എംപറർ ഔറംഗസീബിനെ പെർസ്വേഡ് ചെയ്തു. ഔറംഗസീബിനെ സമീപിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തു ഒരു ഫർമാൻ എന്ന് പറഞ്ഞാൽ ഓർഡർ. എന്ത് ഓർഡറാണ്? ഗ്രാൻഡിങ് ദ കമ്പനി ദ റൈറ്റ് ടു ട്രേഡ് ഡ്യൂട്ടി ഫ്രീ. അതിനുവേണ്ടി ടാക്സോ ഡ്യൂട്ടിയോ കസ്റ്റംസ് ഡ്യൂട്ടിയോ ഒന്നും കൊടുക്കാതെ അവിടെ കച്ചവടം ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ വാങ്ങി. ആരിൽ നിന്ന്? ഔറംഗസീബിൽ നിന്ന്, മുഗൾ എംപററായ ഔറംഗസീബിൽ നിന്ന്. ഫർമാൻ എന്താണെന്ന് നോക്കി. ഫർമാൻ എന്നാൽ ഒരു റോയൽ എഡിക്റ്റ് അല്ലെങ്കിൽ റോയൽ ഓർഡർ, രാജാവിൻ്റെ ആജ്ഞ, ഓർഡർ, അതിനെയാണ് പറഞ്ഞത് ഫർമാൻ. ഇനി അടുത്തൊരു ഫിഗറാണ് നോക്കുന്നത്, ഫിഗർ 3. ഫിഗർ 3ൽ ലോക്കൽ ബോട്ട്സ് ബ്രിങ്ങിങ് ഗുഡ്സ് ഫ്രം ഷിപ്സ് ഇൻ മദ്രാസ്. ആ മദ്രാസിൽ നിന്ന് ഷിപ്പുകളിൽ മദ്രാസിലെ ഷിപ്പിൽ നിന്നും ഈ ചെറിയ ബോട്ടുകളിലായിട്ട് ലോക്കൽ ബോട്ട്സ് ഗുഡ്സ് കൊണ്ടുവരുന്നത്, ചരക്ക് കൊണ്ടുവരുന്നതിന് ഇത് പെയിൻറ്റ് ചെയ്തതാണ്. ആരാ പെയിൻറ്റ് ചെയ്തത്? വില്യം സിംസൺ. 1867 1867 വില്യം സിംസൺ ഒരു പെയിൻറ്റിംഗ് ആണിത്. ഇവിടെ കാണാം ചെറിയ ബോട്ടുകളിൽ, ലോക്കൽ ബോട്ട്സിൽ ഷിപ്പിൽ നിന്നിറക്കിയ ചരക്കുകൾ കൊണ്ടുവരുന്നത്. ഓക്കെ. ദ കമ്പനി tried continuously to press for more concession and manipulate the existing privileges. കമ്പനി, ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ട്രൈഡ് കണ്ടിന്യൂസ് ആയിട്ട് എന്തിനെ ട്രൈ ചെയ്തു? ടു പ്രസ് ഓഫ് മോർ കൺസെഷൻസ്. ഒരു കൂടെ ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീ ആക്കി, അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട, അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അപ്പോൾ അതുകൂടാതെ പിന്നെയും കുറേ കൺസെഷൻസ് ഗവൺമെൻറ്റിൽ നിന്ന്, മുഗൾ എംപറിൽ നിന്ന് വാങ്ങാനായിട്ട് ഒരുപാട് കണ്ടിന്യൂസ്ലി അവർ പ്രയത്നിച്ചു. ആൻഡ് മാനിപ്പുലേറ്റ് ദ എക്സിസ്റ്റിംഗ് പ്രിവിലേജസ്. ഇപ്പോൾ ഉള്ള പ്രിവിലേജസ്, ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന റൈറ്റ്സ്, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതിൽ ചേഞ്ചസ് കൊണ്ടുവരാനും അവർ ഒരുപാട് ശ്രമിച്ചു. ഔറംഗസീബ്സ് ഫർമാൻ ഫോർ ഇൻസ്റ്റൻസ് had granted only the company the right to trade duty free. ഔറംഗസീബിൻ്റെ ആ ഓർഡർ എന്ന് പറയുന്നത് കമ്പനിക്ക് അവിടെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട്, അതായത് കസ്റ്റംസ് ഡ്യൂട്ടി ഒന്നും കൊടുക്കാതെ കച്ചവടം നടത്താനുള്ള ഒരു ഓർഡർ മാത്രമായിരുന്നു. ബട്ട് ഒഫീഷ്യൽസ് ഓഫ് ദ കമ്പനി ഹൂ വെർ ക്യാരിയിങ് ദ പ്രൈവറ്റ് ട്രേഡ് ഓൺ ദ സൈഡ് വെർ എക്സ്പെക്റ്റഡ് ടു പേ ഡ്യൂട്ടി. അതായത് കമ്പനിക്ക് മാത്രം, കമ്പനിയുടെ കാര്യത്തിനുള്ള കച്ചവടത്തിന് മാത്രമായിരുന്നു ഈ ഡ്യൂട്ടി ഫ്രീ ഓർഡർ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഓഫീസർമാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസർമാർ പ്രൈവറ്റായിട്ട് അവർ സ്വന്തമായിട്ടും ഇങ്ങനെ കച്ചവടം നടത്തുമായിരുന്നു. അപ്പോൾ പ്രൈവറ്റ് ട്രേഡിനും അവരെന്ത് ചെയ്തു? അവർ ഡ്യൂട്ടി കൊടുത്തില്ല. പക്ഷേ ശരിക്കും ഒഫീഷ്യൽസ് ഓഫ് ദ കമ്പനി ഹൂ വർ ക്യാരിയിങ് പ്രൈവറ്റ് ട്രേഡ് ഓൺ ദ സൈഡ് വെർ എക്സ്പെക്റ്റഡ് ടു പേ ഡ്യൂട്ടി. അവർ പ്രൈവറ്റ് ട്രേഡ് നടത്തുകയാണെങ്കിൽ, സ്വന്തമായി വിൽപ്പനയും വാങ്ങലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഡ്യൂട്ടി കൊടുക്കണം, ടാക്സ് കൊടുക്കണമെന്നായിരുന്നു. ഓക്കെ. അപ്പോൾ ദേ റെഫ്യൂസ്ഡ് ടു പേ. അപ്പോൾ അവർ ആ പ്രൈവറ്റ് ട്രേഡ്, അവർ സ്വന്തമായിട്ടുള്ള ട്രേഡിനും കച്ചവടത്തിനും ഡ്യൂട്ടി കൊടുക്കാൻ റെഫ്യൂസ് ചെയ്തു. ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീഷ്യൽമാർ. കോസിങ് ആൻ എനോർമസ് ലോസ് ടു ദ റവന്യൂ ഫോർ ബംഗാൾ. ബംഗാളിന് കിട്ടുന്ന റവന്യൂ, ടാക്സ് ഒരുപാട് നഷ്ടമായി. ഓക്കെ. ഹൗ കുഡ് ദ നവാബ് ഓഫ് ബംഗാൾ മുർഷിദ് ഖുലി ഖാൻ നോട്ട് പ്രൊട്ടസ്റ്റ്? അപ്പോൾ ഇങ്ങനെയുള്ള, അപ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടം വരുന്നു, ബംഗാളിന് ഒരുപാട് നഷ്ടം വരുന്നു. അപ്പം ബംഗാളിലെ നവാബായ, രാജാവായ മുർഷിദ് ഖുലി ഖാൻ എങ്ങനെ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാതിരിക്കും? അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ
കുറേ കൺസെഷൻ പിന്നെയും വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു. അതുപോലെ തന്നെ അവർക്ക് കൊടുത്ത പ്രിവിലേജിൽ മാനിപ്പുലേറ്റ് ചെയ്തു, ചേഞ്ചസ് വരുത്തി. അവർക്ക് ഡ്യൂട്ടി ഫ്രീ കമ്പനിക്ക് മാത്രമായിട്ടായിരുന്നു. പക്ഷേ ആ കമ്പനിയിലെ അധികാരികൾ സ്വന്തമായിട്ടും കച്ചവടം നടത്തി. അതിനവർക്ക് ഡ്യൂട്ടി കൊടുക്കണമായിരുന്നു, പക്ഷേ അത് അവർ കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ ബംഗാളിൽ ഒരുപാട് നഷ്ടം വന്നു. ഹൗ ട്രേഡ് ലെഡ് ടു ബാറ്റിൽസ്. അപ്പോൾ എങ്ങനെയാണ് ഈ ട്രേഡ് അല്ലെങ്കിൽ കച്ചവടം ബാറ്റിൽസ് അല്ലെങ്കിൽ യുദ്ധങ്ങൾ അവർ തമ്മിൽ ഉണ്ടാക്കിയത്, അതിനെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ത്രൂ ദ ഏർലി 18th സെഞ്ച്വറീൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ദ നവാബ്സ് ഓഫ് ബംഗാൾ ഇൻറ്റൻസിഫൈഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടി. 18th സെഞ്ച്വറീൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ കമ്പനിയും ബംഗാളിലെ നവാബ് എന്ന് പറയുന്ന അവിടുത്തെ രാജാവും അവർ തമ്മിലുള്ള ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബാറ്റിൽ, യുദ്ധങ്ങൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അത് കൂടി വന്നു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഔറംഗസീബിൻ്റെ മരണശേഷം ബംഗാൾ നവാബ്സ് അസേർട്ടഡ് ദെയർ പവർ ആൻഡ് ഓട്ടോണോമി ആസ് അതർ റീജിയണൽ പവേഴ്സ് വെർ ഡ്യൂയിങ് ഇറ്റ് അറ്റ് ദാറ്റ് ടൈം. ഇപ്പോൾ ഔറംഗസീബിൻ്റെ മരണം കഴിഞ്ഞപ്പോൾ ഔറംഗസീബ് ഭരിച്ചിരുന്ന സ്ഥലത്ത് മൊത്തം ഓരോരോ ലോക്കൽ റൂളേഴ്സ് അവരവരുടെ ഏരിയ കൺട്രോൾ ചെയ്തു, അവരവരുടെ രാജ്യമാക്കി മാറ്റി. അപ്പോൾ ഔറംഗസീബിൻ്റെ വലിയൊരു രാജ്യം കുറേ പുതിയ റൂളേഴ്സ് അവരവരുടെ ലോക്കൽ ഏരിയയിലെല്ലാം അവർ ഭരണം സ്ഥാപിച്ചു. അതുപോലെ തന്നെ ബംഗാളിലെ നവാബ്മാരും എന്ത് ചെയ്തു, അസേർട്ടഡ് ദെയർ പവർ ആൻഡ് ഓട്ടോണോമി, അവരുടെ പവർ ഓട്ടോണോമിയും അവരുടെ റീജിയനിൽ സ്ഥാപിച്ചു. മറ്റുള്ള റീജിയണൽ പവേഴ്സ് എന്താണോ ആ സമയത്ത് ചെയ്തിരുന്നത് അതുപോലെ തന്നെ അവർ ബംഗാളിലെ ഓട്ടോണോമി, അവരുടെ പവർ അവർ അവിടെ ഉപയോഗിച്ചു. അതിൻ്റെ ബംഗാളിൻ്റെ ഏരിയ അവരുടേതായി. ഔറംഗസീബ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഔറംഗസീബിന് മൊത്തം രാജ്യം ഉണ്ടായിരുന്നു, മൊത്തം ഇന്ത്യ മൊത്തം ഔറംഗസീബായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. മരിച്ചു കഴിഞ്ഞപ്പോൾ ബംഗാളിൽ പവർ ബംഗാൾ നവാബ്സിൻ്റെ കയ്യിലെത്തി. മുർഷിദ് ഖലി ഖാൻ വാസ് ഫോളോഡ് ബൈ അലിവർദി ഖാൻ ആൻഡ് ദെൻ സിറാജുദ്ദുല്ല ആസ് ദ നവാബ് ഓഫ് ബംഗാൾ. അപ്പോൾ മുർഷിദ് ഖലി ഖാൻ ആയിരുന്നു ആദ്യം, അത് കഴിഞ്ഞിട്ട് അലിവർദി ഖാൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് സിറാജുദ്ദുല്ല. അപ്പോൾ നവാബായി ബംഗാളിലെ ഇവർ ഇങ്ങനെ മുർഷിദ് ഖലി ഖാൻ, പിന്നെ അലിവർദി ഖാൻ, പിന്നെ സിറാജുദ്ദുല്ല. പിന്നെ ഈച്ച് വൺ ഓഫ് ദെം വാസ് സ്ട്രോങ് റൂളർ. ഓരോരുത്തരും അതിൽ എല്ലാവരും സ്ട്രോങ് ആയിട്ടുള്ള റൂളറായിരുന്നു. ദേ റെഫ്യൂസ് ടു ഗ്രാൻഡ് കമ്പനി കൺസെഷൻസ്. കമ്പനിക്ക് കൂടുതൽ കൺസെഷൻസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. കൺസെഷൻ എന്ന് പറഞ്ഞാൽ ഇളവുകൾ. ഡിമാൻഡഡ് ലാർജ് ട്രിബ്യൂട്ട്സ് ഫോർ കമ്പനീസ് റൈറ്റ് ടു ട്രേഡ്. അപ്പോൾ ഈ ട്രേഡ് ചെയ്യാനുള്ള, കച്ചവടം കൊടുക്കാനുള്ള അധികാരം കൊടുത്തതിന് ഈ കമ്പനി ഈ നവാബിന്, ബംഗാളിലെ റൂളർക്ക്, കിങ്ങിന് ട്രിബ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിനുള്ള പൈസ കൊടുക്കണം എന്ന് ആയി. ഡിനൈഡ് ഇറ്റ് എനി റൈറ്റ് ടു മിൻറ്റ് കോയിൻസ്, അതായത് കോയിൻ ഉണ്ടാക്കാനുള്ള, നാണയങ്ങൾ ഉണ്ടാക്കാനുള്ള റൈറ്റ് ഒന്നും കൊടുത്തില്ല കമ്പനിക്ക്. ആൻഡ് സ്റ്റോപ്ഡ് ഇറ്റ് ഫ്രം എക്സ്റ്റെൻഡിങ് ഇറ്റ്സ് ഫോർട്ടിഫിക്കേഷൻ. കമ്പനി പിന്നെയും കോട്ടകൾ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കാൻ ആയിട്ട് ശ്രമിച്ചു. കമ്പനി കോട്ടകളോ പിന്നെയും പൊക്കി കഴിഞ്ഞാൽ അവർ കൂടുതൽ സ്ഥലങ്ങൾ കൈയടക്കും. അപ്പോൾ അതൊന്നും നടക്കാതെ ഈ ബംഗാളിലെ നവാബ്മാർ അതെല്ലാം ശ്രദ്ധിച്ചു. കമ്പനിക്ക് കൺസെഷൻ കൊടുത്തില്ല, കൂടുതൽ കൺസെഷൻസ് കൊടുത്തില്ല, കൊടുത്തത് മാത്രമേ ഉള്ളൂ, മുമ്പ് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ലാർജ് ട്രിബ്യൂട്ട് വാങ്ങി അവരിൽ നിന്ന് പൈസ ഈ ട്രേഡ് ചെയ്ത് അതിൽ നിന്ന് ഒരു ഓഹരി അവർ വാങ്ങിച്ചു. അതുപോലെ തന്നെ കോയിൻ ഉണ്ടാക്കാനുള്ള അധികാരമൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ കൂടുതൽ കോട്ടകൾ അവർ കെട്ടാതിരിക്കാനായിട്ട് നോക്കുകയും ചെയ്തു, അവരെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. accusing company of deceit, they claimed that company was depriving the Bengal government of the huge amounts of revenue and undermining the authority of the Nawab. അപ്പോൾ accusing the company of deceit എന്ന് പറഞ്ഞാൽ ചതി. ഈ ബംഗാളിൽ നവാബ്മാർ അക്യൂസ് ചെയ്തു
കുറ്റപ്പെടുത്തി. എന്താണ്? കമ്പനി ഇവരെ ചതിച്ചു എന്നും കള്ളന്മാരാണെന്നും. ദേ ക്ലെയിംഡ് ദാറ്റ് കമ്പനി വാസ് ഡിപ്രൈവിങ് ദി ബംഗാൾ ഗവൺമെൻറ് ദ ഹ്യൂജ് അമൗണ്ട്സ് ഓഫ് റവന്യൂ. ഒരു വലിയൊരു റവന്യൂ അല്ലെങ്കിൽ ടാക്സ് ബംഗാളിലെ നവാബിന് കൊടുക്കേണ്ടിയിരുന്ന, കമ്പനി കൊടുക്കേണ്ടിയിരുന്ന പൈസ അല്ലെങ്കിൽ ടാക്സ് അവർ കൊടുക്കുന്നില്ല, കമ്പനി ബംഗാളിലെ നവാബിന് കൊടുക്കുന്നില്ല എന്നും പറഞ്ഞു. അതുപോലെ തന്നെ അണ്ടർമൈനിങ് ദ അതോറിറ്റി ഓഫ് ദ നവാബ്, നവാബിൻ്റെ അതോറിറ്റി പവറിനെ മാനിക്കുന്നില്ല, നവാബ് പറയുന്ന ഒന്നും കേൾക്കുന്നില്ല കമ്പനി. അങ്ങനെയൊക്കെ അവരെ കമ്പനിയെ അക്യൂസ് ചെയ്തു, അവരെ കുറ്റപ്പെടുത്തി. ഇറ്റ് വാസ് റെഫ്യൂസിങ് ടു പേ ടാക്സസ്, റൈറ്റിംഗ് ഡിസ്റെസ്പെക്ട്ഫുൾ ലെറ്റേഴ്സ് ആൻഡ് ട്രൈയിങ് ടു ഹ്യൂമിലിയേറ്റ് ദ നവാബ് ആൻഡ് ഹിസ് ഒഫീഷ്യൽസ്. ഈ കമ്പനി റെഫ്യൂസിങ് ടു പേ ടാക്സസ്, കമ്പനി ടാക്സുകൾ കൊടുക്കുന്നില്ല ശരിക്കും. റൈറ്റിംഗ് ഡിസ്റെസ്പെക്ട്ഫുൾ ലെറ്റേഴ്സ്, അതായത് ഒരുപാട് കത്തുകൾ എഴുതുന്നു, അതും മാന്യതയില്ലാത്ത അല്ലെങ്കിൽ നവാബിന്, അവിടുത്തെ ബംഗാളിലെ കിങ്ങിന് ഒരു റെസ്പെക്റ്റും കൊടുക്കാത്ത രീതിയിലുള്ള കത്തുകൾ അയക്കുന്നു. ആൻഡ് ട്രൈയിങ് ടു ഹ്യൂമിലിയേറ്റ് നവാബ്, നവാബിനെ കൊച്ചാക്കാൻ, നവാബിനെ ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ അവർ ചെയ്യുന്നു. അത് നവാബിനെയും നവാബിൻ്റെ ഓഫീസർമാർക്കും ഒരു റെസ്പെക്റ്റും കൊടുക്കുന്നില്ല, അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നു, ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ലെറ്റേഴ്സ് അയക്കുന്നു, ടാക്സസ് കൊടുക്കുന്നില്ല. ഇതൊക്കെയാണ് ഈ ബംഗാളിലെ നവാബ് കമ്പനിക്കെതിരെ കൊണ്ടുവന്ന ജസ്റ്റിഫിക്കേഷനല്ല, കുറ്റങ്ങൾ. കമ്പനി ഓൺ ഇറ്റ്സ് പാർട്ട് ഡിക്ലെയർഡ് ദാറ്റ് unjust demands of the local officials were ruining the trade of the company. അപ്പോൾ കമ്പനി എന്താണ് അതിനെതിരായിട്ട് പറഞ്ഞത്? ഡിക്ലെയർഡ് ദാറ്റ് അൺജസ്റ്റ് ഡിമാൻഡ്സ്, ന്യായമല്ലാത്ത ഡിമാൻഡുകളാണ് ലോക്കൽ ഒഫീഷ്യൽസിൻ്റെ, അവിടുത്തെ ബംഗാളിലെ ഒഫീഷ്യൽസോ അധികാരികളുടെ ഡിമാൻഡുകൾ ന്യായമല്ല. വെർ റൂയിനിങ് ദ ട്രേഡ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ കച്ചവടത്തെ തടസ്സം നിൽക്കുന്നു, കമ്പനിയുടെ കച്ചവടം കുറയ്ക്കുന്നു. അവരുടെ ഇങ്ങനെയുള്ള ഡിമാൻഡുകളെല്ലാം ന്യായമില്ലാത്ത ഡിമാൻഡുകൾ കമ്പനിയുടെ കച്ചവടത്തെ ബാധിക്കുന്നു. ആൻഡ് ദ ട്രേഡ് കുഡ് ഫ്ലറിഷ് ഓൺലി ഇഫ് ദ ഡ്യൂട്ടീസ് വെർ റിമൂവ്ഡ്. അവർ പറഞ്ഞു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറയാണ്, ട്രേഡ് കച്ചവടം കൂടണമെങ്കിൽ ഈ ഡ്യൂട്ടികളെല്ലാം, ഈ ടാക്സുകളെല്ലാം മാറ്റിയാലേ കച്ചവടം നന്നായിട്ട് നടക്കാൻ പറ്റുള്ളൂ. It was also convinced that to expand trade, it had to enlarge its settlements. അപ്പോൾ കമ്പനി എന്ത് വിചാരിച്ചു? അങ്ങനെ ട്രേഡ് കൂട്ടണമെങ്കിൽ, കച്ചവടം കൂട്ടണമെങ്കിൽ സെറ്റിൽമെൻറ്റ്സ്, അവരുടെ കോട്ടയും അവരുടെ സ്ഥലവും കച്ചവട സ്ഥലമൊക്കെ മാർക്കറ്റെല്ലാം കൂട്ടണം. ബൈ അപ്പ് വില്ലേജസ് വിലയ്ക്ക് വാങ്ങേണ്ടി വരും. അതുപോലെ തന്നെ റീബിൽഡ് ഇറ്റ് ഫോർട്ട്സ്, അവരുടെ കോട്ടകൾ പിന്നെയും റീബിൽഡ് ചെയ്യേണ്ടി വരും, പിന്നെയും കൂടുതൽ കോട്ടകൾ കെട്ടേണ്ടി വരും. ദി കോൺഫ്ലിക്ട്സ് ലെഡ് ടു കോൺഫ്രണ്ടേഷൻസ്, ചർച്ചകളായി, ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ആയപ്പോൾ ചർച്ചകളായി. ആൻഡ് ഫൈനലി കൾമിനേറ്റഡ് ഇൻ ദ ഫേമസ് ബാറ്റിൽ ഓഫ് പ്ലാസി. അങ്ങനെയാണ് അവസാനം ഒരു ബാറ്റിൽ അവർ തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നത് പ്ലാസിയിൽ വെച്ചിട്ട്. അതിനെക്കുറിച്ച് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കൺഫ്രണ്ടേഷൻസ് ഒന്നും അവർ ചർച്ച നടത്തി, പക്ഷേ ഒന്നും സക്സസ്ഫുൾ ആയില്ല. ഫൈനലി എൻഡഡ് ഇൻ ദ ഫേമസ് ബാറ്റിൽ ഓഫ് പ്ലാസി. ബാറ്റിൽ ഓഫ് പ്ലാസിയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പാർട്ടിൽ നമ്മൾ ബാറ്റിൽ ഓഫ് പ്ലാസിയെക്കുറിച്ച് പഠിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. Please do subscribe, like and share. Thank you.